രാവിലെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാറിക്കോളും, നാളെ എന്തായാലും സ്കൂളിൽ പോകാനുള്ളതാണെന്നൊക്കെ കരുതി. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്ക് കഥയാകെ മാറി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോയ ഒരൊറ്റ കാരണം കൊണ്ട് വർക്ക് മൊത്തം പെൻഡിങ് ആയി. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ മസാല ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഉച്ചയ്ക്ക് കൂട്ടാനുള്ളത് ആയി. ആൾക്ക് ഇപ്പോഴും വയ്യായ്മ മാറിയിട്ടില്ല, ക്ഷീണമാണ്. മുഖത്ത് കൊണ്ടുവരുന്നില്ല. പിന്നെ സുഖമില്ലാണ്ടിരിക്കുമ്പോൾ തലവേദന അല്ലെങ്കിൽ തൊണ്ടവേനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ മുഖം ഉണ്ടാവുക. മുത്തശ്ശി നോക്ക്, കറക്ഷൻ ചെയ്യാതെ. അച്ഛനെ കൊഞ്ഞനെ കുത്തി നോക്കാം, അച്ഛനെ കൊഞ്ഞനെ കുത്തി നോക്ക്, മുത്തശ്ശി കറക്ഷൻ ചെയ്യാം. നാളെ എന്തിനകത്ത് കൈ കൊണ്ടിരുന്ന് കൊത്തിപ്പിടിക്കേ. അവിടെ ബുക്കിലതാ മുത്തശ്ശി മാർക്കിടുന്നുണ്ടല്ലേ. കണ്ട കംപ്ലൈന്റ് ആയിട്ടുള്ള ആദ്യത്തെ വാട്ടർ ഹീറ്റർ ഉണ്ട്. ഈ സാധനം വിറ്റ് ഒഴിവാക്കാന്ന് കരുതുകയാണ്. ആള് വന്നിട്ടുണ്ട്. വാവക്കുട്ടി, എന്താ ഇവിടെ പണി? ഇങ്ങനെ അടുത്ത് പോയിരുന്നിട്ട് കാണാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? കണ്ണങ്ങ ദൂരെ ഇരുന്ന് കണ്ടുകൂടെ? ഇത് എത്ര അടുത്ത് പോയിരുന്നിട്ടാ കാണുന്നത്? കണ്ണ് നാശാക്കാനുള്ള പരിപാടിയാ? പറ, നാശാവില്ലേ? പിന്നെ ചിത്രം എങ്ങനെ കാണുക? ഞാൻ അടുത്തിരുന്നിട്ട് കാണാൻ പാടുണ്ടോ? പറ. അപ്പൊ വിട്ടിരുന്നിട്ട് കാണണ്ട, അല്ലെങ്കിൽ മുത്തശ്ശേരി അടുത്തേക്ക് ഇരുന്നിട്ട് ടി വിയിൽ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നൂടെ? എന്തിനപ്പ ബിസ്ക്കറ്റ്? അച്ഛന്റെ വയലെ കുത്തി തിരികെ തരാനാ? അച്ഛന്റെ വയലെ കുത്തി തിരികെ തരണ്ട, സ്വത്തന്റെ വയലെ കുത്തി തിരികെ തന്നാല്. അയ്യടാ, ഓക്ക് ദേഷ്യം വന്നിട്ടാണേ. ബിസ്ക്കറ്റ് വേണ്ടാന്ന് കഴിക്കണ്ടെന്ന് പറയല്ലോ, അതിന്റെ ദേഷ്യാണേ. എന്താ കയ്യില്? എന്താ കയ്യില് ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? കാണിച്ചാ കാണിക്ക്, കൈ കാണിക്ക്. 2 ബിസ്ക്കറ്റും വെച്ചിട്ടാണ് അച്ഛാ ബിസ്ക്കറ്റ് തരട്ടു, അച്ഛൻ കഴിക്കട്ടെ. എന്തൊക്കെയാ ഡയലോഗ്? അച്ഛൻ അങ്ങനൊക്കെ ചെയ്താ ഇല്ലേ? ഓ, മുത്തശ്ശിക്ക് വേണ്ടത്ര. എന്താ മുത്തശ്ശിക്ക് വേണ്ടാത്ത? അച്ചോടാ, മുത്തശ്ശിയുടെ വായിൽ പല്ലില്ലല്ലോ. ചൊത്തന്റെ വായിൽ പല്ലുണ്ടോ? ചൊത്തൻ കടിക്കുക സാധനം? എന്താ കടിച്ച മുറിയനില്ലേ? പല്ല് വലുതാവണല്ലേ? അയൽവാസിയായിട്ടുള്ള ഒരാളുടെ കല്യാണമാണ്. അമ്മോ, എടാ കല്യാണത്തിന് പോണ്ടടാ. ഞാനിപ്പോ അതാ നോക്കണത്. ഇന്നിപ്പോ 31-നാണ് ഇതിൽ കാണിക്കണത്, സാറ്റർഡേ. എന്തിന്? എന്തിന്? കളർ മുകളിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ, 3 വയസ്സിൽ അവിടെ വെക്കാൻ പറ്റിട്ട് ഞാൻ മറക്കുമ്പോ അടി കിട്ടും പറയല്ലേ. അങ്ങനെ വെറുതെ പറഞ്ഞത് അടിക്കൊന്നുമില്ലല്ലോ. അതെ, നിങ്ങൾ കരുതിയത് എന്താണ്? സ്കൂളിൽ നിന്ന് പഠിപ്പ് നിർത്തി പോന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ? അല്ല, ഇതാ ടീച്ചർ ഇവിടെ ഉണ്ട്, എഴുതി പഠിപ്പിക്കണില്ലേ? കണ്ടല്ല, ഇതാണ് പുതിയ ടീച്ചർ. വയ്യാത്തോണ്ട് കഞ്ഞിയാണ് അമ്മ കുടിക്കണത്. ഹലോ, ടി വി കാണാനിരിക്കുകയാണോ അതോ തിന്നാനിരിക്കുകയാണോ? എന്നിട്ട് മാമു അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലല്ലോ പാത്രത്തിൽ നിന്ന്. അതെ, എനിക്ക് പിന്നെ ആസ് യൂഷ്വൽ ചെറുപയർ ദോശ, ഉള്ളി തക്കാളി മസാല. ഇന്ന് സത്യത്തിൽ ഹോം ടൂർ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വലിച്ചു വാരി അവിടെയും ഇവിടെ കെട്ടിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഹോം ടൂർ ചെയ്യുന്നത്? അപ്പോൾ പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വെച്ചു. വെള്ളം ചൂടാക്കണ വിഷം ഉണ്ടായിരുന്നില്ലേ പഴയത് കേട് വന്നത്? ആ സാധനം വെച്ചതിന് 100 രൂപ. ഞാനത് ഇറക്കി വെക്കുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു, ഇത് വിറ്റ് എന്ത് കിട്ടി വെച്ചു. 100-200 കിട്ടിയ മഹാഭാഗ്യം കുറെ. കാരണം ഉള്ളൊക്കെ തുരുമ്പ് പിടിച്ചതായിരിക്കും, അവർക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് അയാളൊരു 100 രൂപയെ തന്നുള്ളൂ. അങ്ങനെ ഇതാ അച്ഛൻ വാവയ്ക്ക് സാമ്പാറുണ്ടാക്കണോ? സാമ്പാറുണ്ടാക്കിക്കൊണ്ടിരിക്കണോ അച്ഛൻ? അച്ഛന് സാമ്പാർ വേണ്ടേ? മാമൂന് സാമ്പാർ വേണ്ടേ? കടയിൽ വാങ്ങിയത് നൂഡിൽസ്. നൂഡിൽസ് വാങ്ങാൻ കടയിൽ പോണ്ടേ? അച്ഛൻ വീട്ടിലല്ലേ? അച്ഛൻ പുറത്ത് പോകുമ്പോഴല്ലേ കൊണ്ടിരിക്കാം നൂഡിൽസ്? അങ്ങനെ ഞാനുള്ള പോലെ ഇരിക്കണ സാധനം.
തരാം. ഇനി പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് പോകുമ്പോ നോക്കാം. നമുക്ക് വയ്യല്ലോ. വാങ്ങിട്ട് വാ. വാങ്ങിട്ട് വന്ന് അമ്മക്ക് തിന്നാൻ വയ്യല്ലോ. അമ്മ ചീത്ത പറയില്ലേ? അപ്പൊ എന്താ ചെയ്യാ? അമ്മ തിന്നില്ലെങ്കിൽ അമ്മ ചീത്ത പറയേ. എന്തിനാ വാങ്ങിക്കൊണ്ടെന്ന് ചോദിച്ചിട്ട് അതന്നെ. കണ്ടാ? ഇതാണ് കൂട്ടാൻ. എന്താ അങ്ങനത്തെ കൂട്ടാൻ പറ്റില്ലേ? പിന്നെ എനിക്ക് എങ്ങനത്തെ കൂട്ടാനാ വേണ്ടത്? ഇത് പോരെ? അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോരെ? മുത്തച്ഛനെയാണ് കൊത്തി നോക്കിയിട്ടൊക്കെ റെഡിയാക്കി തരിക. അച്ഛന് വയ്യ. അച്ഛന് നേരമില്ല. അച്ഛന് കുറെ പണിയില്ലേ? അച്ഛൻ പണീൻ്റെ ഇടയിൽ കൂടെ ഇല്ല. അമ്മയ്ക്ക് വയ്യല്ലോ. അച്ഛൻ തന്നെ വേണ്ടേ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതാണ് നൂഡിൽസ്. അതിനായി പറയണതേ എന്നത് നൂലേസ് അല്ല, നൂഡിൽസ്. കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ വാങ്ങി തരില്ല. കറക്റ്റ് പറയണം. നൂഡിൽസ്. അമ്മക്ക് ആസ്പത്രിയിൽ പോകണം. ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരണം. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഒന്ന് ബുക്ക് ചെയ്യണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്ന് ബുക്ക് ചെയ്തിട്ടാ പോയത്. അല്ലല്ലോ അല്ലേ? നമ്മൾ പോയാൽ ചെയ്യല്ലോ അല്ലേ? തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പുറത്ത് ഞാൻ ചെയ്തോളാം. ആക്കിക്കോ. ഞാൻ അവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത്ര തന്നെ ഉള്ളൂ. നോക്ക് കുഞ്ഞാവ 6 മാസമായിട്ടേ ഉള്ളൂ. 6 മാസമായ കുഞ്ഞാവ. മുത്തശ്ശേരി മടി കിടക്കുക. കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയി. ഗ്രേ കളർ. മറ്റേത് രണ്ടും ഒരേപോലെ ഇരിക്കുമായിരുന്നു. ചന്ദന കളർ, ഇത് ഗ്രേ കളർ. ഇപ്പം നല്ല സ്റ്റൈലായില്ല. ആകെ കുത്താണ്ട്. അമ്മയ്ക്ക് കുത്തിയ പോലെ ഒരു കുത്തു കൊടുക്കാൻ. എന്താ നോക്കണ? ആർക്കുണ്ട്? ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്ത് ആർക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അങ്ങനത്തെ അമ്മൂനെ ആസ്പത്രി കൊണ്ടുപോയി തിരിച്ചതാ കൊണ്ടുവന്നു. ഇഞ്ചക്ഷൻ വെച്ചു. ഇനി മാറുന്നു കരുതാം. രാവിലെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും മാറിക്കോളും, നാളെ എന്തായാലും സ്കൂളിൽ പോകാനുള്ളതാണെന്നൊക്കെ കരുതി. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്ക് കഥയാക്കം മാറി. വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അതുകൊണ്ട് നേരെ കൊണ്ടുപോയി ആസ്പത്രിക്ക്. ഒരു കുത്തു കൊടുത്തപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായി. ഇനി നാളെയൊക്കെ റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.